അത്ഭുതങ്ങൾ പഠിച്ചോ. തഊദു റൂഹു ഇലാ ജസദിഹി, ഊരിപ്പോയ നഷ്ടപ്പെട്ടു പോയ നിന്റെ റൂഹ് തിരിച്ച് ശരീരത്തിലേക്ക് വരും. അപ്പോ ഖബറിന്റെ അകത്ത് കിടന്നിട്ട് നീ കണ്ണു തുറക്കും എന്ന് മഹാന്മാര് പറയാം. അല്ലാഹുവേ, ഖബറിന്റെ അകത്ത് കിടന്ന് കണ്ണു തുറക്കും. കണ്ണു തുറക്കുമ്പോ ആ യാഥാർത്ഥ്യം നീ തിരിച്ചറിയാൻ, ഇനി എന്റെ കുഞ്ഞുമക്കൾ എന്റെ അരികിലേക്ക് വരൂല, ഇനി എന്റെ കുഞ്ഞുമക്കൾ എന്റെ അരികിലേക്ക് വരൂല. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട 3 ആമക്കളിൽ 2 ആമക്കളും എന്റെ അടുത്താണ് കിടക്കുക. 3ാമത്തെ ആൺകുട്ടി എന്റെ അരികിൽ എപ്പോഴും മുട്ടായി വാങ്ങാനും മുത്തം തരാനും വന്നാലും ഉറങ്ങണമെങ്കിൽ അവൻ ഉമ്മാന്റെ അരികത്ത് തന്നെ പോണം. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ ഉറങ്ങുമ്പോ അവന്റെ അരികിലേക്ക് ചെന്നിരിക്കാനും സുഖമാണ്, ഉണർന്നിരിക്കുമ്പോ കഥ പറഞ്ഞു കൊടുക്കാനും രസമാണ്. നിങ്ങളും അങ്ങനെയാണല്ലോ, നിങ്ങളും അങ്ങനെയാണല്ലോ. എവിടെ പോയാലും എന്റെ പൊന്നുമോന് ദുആരക്കണമെന്ന് പറയുന്ന ബാദ്ഷാ സുൽത്താനെ പോലെ, എവിടെ പോയാലും എന്റെ പൊന്നുമോന്റെ നന്മക്ക് വേണ്ടി ദുആരക്കണമെന്ന് പറയുന്ന പാടൂരത്തെ ഷാജുദ്ദീനെ പോലെ, അല്ലാഹുവേ, മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നവരെ, മക്കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെ, നമ്മുടെ മക്കൾ വരൂല, ഇനി ഒരിക്കലും നമ്മുടെ അരികത്ത് വരൂല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാൻ ഖബറിന്റെ അകത്ത് നമ്മൾ തിരിച്ചറിയുകയാ. ഖബറിന്റെ അകത്ത് നമ്മൾ തിരിച്ചറിയുകയാ. വരൂല പടച്ചവനെ, വരൂല, വരൂല തമ്പുരാനെ, വരൂല. ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ ബാക്കവി ഉസ്താദ് തന്റെ പൊന്നോമന പുത്രിക്ക് 1 വയസ്സ് തികഞ്ഞപ്പോ ഫോണിലൂടെ പറഞ്ഞതാ, ബാക്കവി ദുആരക്കണം, എന്റെ പൊന്നുമോൾക്ക് 1 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദിന്റെ കബീർ ഉസ്താദിന്റെ ഖബറിന്റെ അകത്ത് പൊന്നുമോൾ വരൂ, ഉസ്താദിന്റെ ഖബറിന്റെ അകത്ത് പൊന്നുമോൾ വരൂ. ഇന്നലെ പ്രസംഗിച്ച സിറാജുദ്ദീൻ ഉസ്താദ് കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടില്ല. ബാക്കവി ദുആരക്കണം, ആരോഗ്യമുള്ള ഹാഫിളീങ്ങളാക്കാൻ പവറുള്ള മക്കള് വേണം. വരില്ല ഉസ്താദേ, വരില്ല. ഖബറിന്റെ അകത്തിന് മക്കളെ മുത്തം കൊടുക്കാൻ നമുക്ക് കഴിയില്ല. എഴുന്നേറ്റിരിക്കുമ്പോ നമ്മൾ ചിന്തിച്ചു പോവുകയോ, പടച്ചവരെ, എന്റെ ഖബറിന്റെ അകത്തേക്ക്, എന്റെ ഖബറിന്റെ അകത്തേക്ക് ഇനി എന്റെ പിഞ്ചുമക്കള് കടന്നു വരൂലല്ലോ, എന്റെ ഉമ്മായെ ഞാൻ കാണൂലല്ലോ, എന്റെ ഉപ്പായെ ഞാൻ ഇനി അറിയില്ലല്ലോ, എന്റെ സുഹൃത്തുക്കൾ ആരും എന്റെ വീട്ടിൽ ഇനി വരൂലല്ലോ, എന്റെ വീടിന് ഖബറാണല്ലോ. അങ്ങനെ കണ്ണു തുറന്നിരിക്കുമ്പോ ഖബറിന്റെ അകത്തിരുന്നൊരു ശബ്ദം മുഴങ്ങുകയാണ്. ഖബറിന്റെ അകത്തിരുന്നൊരു ശബ്ദം മുഴങ്ങുകയാണ്. അത്ഭുതങ്ങൾ പടിപടിയായി പഠിച്ചോ. സ്നേഹതീരത്ത് വന്നവരെ, ആൺകുട്ടിയെ പോലെ പെൺകുട്ടിയെ പോലെ ഖബറിന്റെ അകത്തേക്ക് പോകാം. അല്ലാഹുവിന്റെ പ്രകാശം മുഖത്തേക്ക് വാങ്ങിയിട്ട് ഖബറിന്റെ അകത്തേക്ക് പോകാം. എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സ് വെച്ചുകൊള്ളുക. ആ ഖബർ നിന്നോട് സംസാരിക്കുകയോ, നിന്റെ റൂഹ് നിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു വരുന്നു. നിന്റെ ജീവിതത്തിൽ നീ അനുസരണയുള്ളവനായിരുന്നു. ബാങ്കേക്കുമ്പോ ഓടി ഓടി പള്ളിയിൽ പോയിരുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഒരു 10 ആയത്തെങ്കിലും ഓതിയിരുന്നു. ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരുന്നു. ഒരു പാവപ്പെട്ടവരും നിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടുമ്പോ നീ സ്വർഗ്ഗം കൊടുത്തിരുന്നു. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചിരുന്നു. ആരാണ് പറയുന്നത്? ഇനി ആരുമില്ല, ഖബറല്ലേ. ആ ഖബർ നിന്നോട് സംസാരിക്കുമത്രേ. അനുസരണയുള്ളവനായിട്ടാണ് നീ ജീവിച്ചതെങ്കിൽ, നല്ലവനായിട്ടാണ് ജീവിച്ചതെങ്കിൽ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ടാ ജീവിച്ചതെങ്കിൽ, ഹറാമിലേക്ക് പോകാറ്, പലിശ വാങ്ങാറ്, കള്ളുകുടിക്കാറ്, വ്യഭിചരിക്കാറ്, നന്മയുടെ പൂക്കാലമാണ് നീ പണിഞ്ഞതെങ്കിൽ, അലൈക്കൽ യൗമ റഹ്മാ, അലൈക്കൽ യൗമ റഹ്മാ, ഇന്ന് നിനക്ക് റഹ്മത്താണ്, കാരുണ്യമാണ്, വാത്സല്യമാണ് ഞങ്ങൾക്ക് നിന്നോടുള്ളത്. ഖബർ പറയാണ്, ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചതെങ്കിൽ അലൈക്കൽ യൗമ റഹ്മാ, ഇന്നത്തെ ദിവസം നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ കഴിഞ്ഞുകൂടാം. നേരെ മറിച്ച് ആ ഖബർ തന്നെ പറയുകയാണ്, ഫൈൻകുന്ത അസിയോ ഫൈനൽ യൗമ അലൈക നിഖ്മാ, ഫൈൻകുന്ത അസിയോ ഫൈൻകുന്ത അസിയോ, നീ തെമ്മാടിയായിട്ടോ ജീവിച്ചതെങ്കിൽ, നീ എത്ര വാല് കേട്ടിട്ടും തലമറക്കാറ കല്യാണ ഓഡിറ്റോറിയത്തിന് വീഡിയോക്കാരന്റെ മുമ്പിലൂടെ പുഞ്ചിരി തൂകിയിട്ട് നടന്നു പോലവനാണെങ്കിലോ
അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തിയവനാണെങ്കിൽ പാതിരാ സമയത്ത് മൊബൈലിന്റെ വൈഫൈ ഓണാക്കിയിട്ട് ഗൂഗിളിലൂടെ നെറ്റിലൂടെ അന്യ സ്ത്രീകളുടെ കാമവേഴ്ചയുടെ മനോഹരമായ ദൃശ്യങ്ങള് ശരീരത്തിന് രോമാഞ്ച കഞ്ചുകനായിട്ട് കണ്ട് ആസ്വദിച്ച് കിടന്നവരാണെങ്കിൽ ആ ഖബർ പറയുന്നു നീ തെറ്റുകാരാണെങ്കിൽ ഭർത്താവിനെ മറന്നുകൊണ്ട് വീടിന്റെ പിന്നാമ്പുറത്ത് വാതിൽ തുറന്നു കൊടുക്കുന്ന പെണ്ണ്, ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകനോട് കമന്റ് അയക്കുന്ന മെസ്സേജ് അയക്കുന്ന പെണ്ണ് അവസാനിക്കാൻ പോവുകയാണ്. മലപ്പുറം ജില്ലയുടെ പുത്തമ്പള്ളിയിൽ നിങ്ങൾക്ക് അല്ലാഹു ആയുസ് തന്നാ നിങ്ങൾ വരിക. മെയ് മാസം 8-ാം തീയതിയിൽ അന്ന് പറഞ്ഞു തരാം മൊബൈൽ എന്താ, അന്ന് പറഞ്ഞു തരാം വാട്സപ്പ് എന്താ, അന്ന് പറഞ്ഞു തരാം മെസ്സേജ് എന്താ, അന്ന് പറഞ്ഞു തരാം കമന്റ് എന്താ, അന്ന് പറഞ്ഞു തരാം ആ ഫേസ്ബുക്കിന്റെ ദുരന്തങ്ങൾ എന്തൊക്കെയാ, അന്ന് പറഞ്ഞു തരോ. ടെക്നോളജി ഒരു മനുഷ്യന് അധോഗതിയുടെ അധപതനത്തിന്റെ പടുങ്കൊടിയിലേക്ക് തള്ളിയിടുന്ന ദുരന്ത കഥകൾ പറഞ്ഞു തരോ, അതിന്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞു തരോ. അതിന് പകരം അല്ലാഹു നിനക്ക് തരുന്ന ഭയാനകരമാകുന്ന അദാബുകളെ കുറിച്ച് പറഞ്ഞു തരോ. എന്റെ സഹോദരങ്ങളെ, ഒരു മാറ്റമുണ്ടാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് നല്ല മനസ്സോടുകൂടി പറയുകയാണ്, ശ്രദ്ധയോടെ കേട്ടിരുന്നു. ആ ഖബർ നിന്നോട് പറയുകയാണ്, നീ ഒരു തെമ്മാടിയായിട്ടാ ജീവിച്ചതെങ്കില് ഇന്നത്തെ ദിവസം നിനക്ക് ഒരു രക്ഷയുമില്ല. ഇന്ന് മുഴുവനും നിനക്ക് ദുരന്തമാണ്, ഇന്ന് മുഴുവനും നിനക്ക് അദാബാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഖബറിന്റെ അകത്ത് നടക്കുന്ന അടുത്ത അത്ഭുതം, ഒരു വ്യക്തി നിന്റെ ഖബറിന്റെ അകത്തേക്ക് വരുമത്രയും.